നമസ്കാരം, ഞാൻ ദേവിത ദേവി, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ കെൽട്രോൺ നഗറിലെ 11ാം തരം വിദ്യാർത്ഥിനിയാണ്. ബാബു അബ്രഹാമിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ അടുത്ത ദിവസങ്ങളിൽ വായിക്കാനിടയായി. തീർത്തും ഹൃദയസ്പർശിയായ ഒരു പുസ്തകമായിരുന്നു അത്. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിലെ ചില രംഗങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മരണം തിരഞ്ഞെടുത്ത ഒരമ്മയുടെയും 4 കുട്ടികളുടെയും കഥയാണ്. കഥ എന്ന് പറയുന്നത് ഔചിത്യമല്ലെങ്കിൽ പോലും മരണത്തെ സ്വീകരിക്കുന്നതിന് തൊട്ടു മുൻപ് പള്ളിയിലെത്തി താനും മക്കളും ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും ഇതല്ലാതെ വേറെ മാർഗമില്ലെന്നും യാചിക്കുന്ന മേരി എന്ന മാതാവാണ് ഇതിലെ പ്രധാന കഥാപാത്രം. താൻ പ്രസവിച്ച 3 പെൺകുട്ടികളെയും 5 വയസ്സുകാരനായ ആൺകുട്ടിയെയും കൂട്ടി തന്നോടൊപ്പം 6 കിലോമീറ്റർ അപ്പുറമുള്ള ഡാമിൽ ലയിച്ചു ചേരാൻ പദ്ധതിയിട്ടതായിരുന്നു. മൂത്ത മകളുടെ ഒരേ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നു. ആത്മഹത്യയാണ് ഏക പോംവഴിയെന്ന മിഥ്യധാരണ കൈക്കൊള്ളുന്ന ഇന്നത്തെ തലമുറ സ്വയം ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ, അതിജീവനത്തിന്റെ ചില തീരുമാനങ്ങൾ. 10 വയസ്സുകാരിയുടെ തീരുമാനം ആ കുടുംബത്തിന് ജീവിതത്തിലേക്ക് ഓടിക്കയറാനുള്ള പ്രചോദനമായി. ജീവിക്കാൻ ശ്രമിക്കുന്ന മേരിയോട് മോശമായി പെരുമാറുന്ന സഹോദരന്മാരും ഉപദേശങ്ങൾ നൽകുന്ന വികാരിയച്ഛൻ, യാഥാസ്ഥിതികരായ കുടുംബാംഗങ്ങളും എല്ലാം നമുക്ക് ഓരോ വീടുകളിലും കാണാൻ സാധിക്കും. പക്ഷേ നന്മയും ഇച്ഛാശക്തിയും കൊണ്ട് തങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്ന ഷഡ്പദ ജന്മത്തെ ഭേദിച്ച് അവർക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നു. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ ഹൃദയം കൊണ്ട് വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. വെള്ളം ചേർക്കാത്ത ജീവിതാനുഭവങ്ങളും സുതാര്യമായ ഭാഷയുമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഈ പുസ്തകം വായനക്കാർക്ക് സമ്മാനിക്കുന്നത് ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഊർജപ്രസരമാണ്. അത് ഉത്ഭവിക്കുന്നത് നന്ദിക്കുന്നേൽ മേരി എന്ന അമ്മയിൽ നിന്നാണ്. ആ ഊർജപ്രസരം സമൂഹത്തിലെ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.